ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയാണ് കേട്ടോ. അപ്പോൾ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ +2 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഇയറിലേക്ക് നിങ്ങൾ 4 സബ്ജക്റ്റ് ഒരുമിച്ച് ഫീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 50% ഹെവി ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതെല്ലാം മന്ത്ലി അടയ്ക്കാനോ താല്പര്യമെങ്കിൽ അങ്ങനെ അടയ്ക്കാം. 399 മന്ത്ലി ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് വരുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളം ക്ലാസ്സുകൾ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. സോ ഓരോ സ്റ്റോറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സീഗളിൻ്റെ സ്റ്റോറിയാണ്. സീഗൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കടൽ കാക്ക. ദ യങ് സീഗൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. പറക്കാൻ പേടിയായിരുന്നു. ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കുഡ് ഫ്ലൈ. അവൻ്റെ ചേട്ടനും അതുപോലെ തന്നെ സിസ്റ്ററിനും എന്ത് ചെയ്യായിരുന്നു? പറക്കാൻ പറ്റിയിരുന്നു. ദ ഫാമിലി കമ്പൽഡ് ഹിം ടു ഫ്ലൈ ബട്ട് ദ ബേബി സീഗൾ വാസ് സ്കെയർഡ്. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും അവന് പേടിയായിരുന്നു. Then they left the baby seagull on a rock without food. Then ഒരു പാറയിൽ എന്ത് ചെയ്തു? ഫുഡൊന്നും കൊടുക്കാതെ കുറച്ച് സമയം ഇട്ടു. The seagull sat there alone. seagull അവിടെ ഒറ്റയ്ക്ക് ഇരുന്നു. And he turned very hungry. ഒത്തിരി വിശപ്പിലായി. And he tried to attract his parents to the rock. പാരൻസിനെ റോക്കിലേക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും he requested, പക്ഷെ അവൻ പോയില്ല. He requested them to come near him. അടുത്തേക്ക് വരാനൊക്കെ റിക്വസ്റ്റ് ചെയ്തു. But they did not come and give food. അവർ വന്നോയില്ല, ഫുഡ് തന്നോയില്ല. Finally his mother came with food. അമ്മ ഫുഡായിട്ട് വന്നപ്പോൾ മദർ സ്റ്റോപ്ഡ് നിയർ ദ റോക്ക്. ഈ പിക്ചറിൽ കാണും പോലെ പാറക്കല്ലിൻ്റെ അടുത്ത് നിന്നു. ബിക്കോസ് ഓഫ് ഹങ്കർ ദ സീഗൾ ജംപ് ടു റീച്ച് മദർ. അമ്മയുടെ അടുത്തേക്ക് എത്താൻ ജമ്പ് ചെയ്തു. അങ്ങനെ സീഗൾ എയറിലെത്തി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. അതങ്ങനെ പറക്കാൻ തുടങ്ങി. സോ സീഗൾ ഗ്യാതേർഡ് കറേജ്, ധൈര്യം സംഭരിച്ച് പറന്നു. ഹിസ് ഫാമിലി വാസ് വെരി ഹാപ്പി. അങ്ങനെ ഫാമിലി ഹാപ്പിയായി. അടുത്തതാണ് ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതിൽ ദിസ് ഈസ് എ സ്പീച്ച് ബൈ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇൻ ദ സ്പീച്ച് ഹി അഡ്രസ്സസ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. യൂത്ത് ഓഫ് ഇന്ത്യയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഹി സേസ് ദാറ്റ് ദ പവർഫുൾ മൈൻഡ്സ് ഓഫ് ദ യൂത്ത് ആർ ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. പവർഫുൾ മൈൻഡ്സ് ഓഫ് യൂത്ത് എന്ന് പറയുന്നതാണ് എർത്തിലെ ഏറ്റവും പവർഫുൾ റിസോഴ്സ് എന്ന് പറയുന്നു. ഹി അഡ്വൈസസ് എ യൂത്ത് ടു ബി യുണീക്ക്. യൂത്ത് യുണീക്ക് ആകണം എന്ന് പറയുന്നത്, അതായത് സമാനതകളില്ലാതെ അതുല്യമായിട്ടുള്ള ഒന്നാകണം എന്ന് പറയുന്നു. യുണീക്ക് മീൻസ് നോട്ട് ഈക്വൽ ടു അതേഴ്സ്, മറ്റുള്ളവരെ പോലെ ആകാമെന്നല്ല. ഈച്ച് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈസ് ബോൺ വിത്ത് യുണീക്ക് അബിലിറ്റീസ്. യുണീക്ക് കഴിവുകളായിട്ടാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത്. ആൻഡ് ലിമിറ്റേഷൻ, ഓരോ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. ബട്ട് പീപ്പിൾ അറൗണ്ട് അസ് ഫോഴ്സ് അസ് ടു ബി ലൈക്ക് അതേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ മറ്റുള്ള ആളെ പോലെ ആകാൻ പ്രേരിപ്പിക്കുന്നു. Our teachers want us to be like the toppers. Our parents ask us to be like our neighbors. He advises the youth to follow their own passion. അദ്ദേഹം യൂത്തിനോട് എന്താ പറയുക? നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഫോളോ ചെയ്യും. If one follows that passion, he or she will be successful. ആ ഒരു പാഷൻ ഫോളോ ചെയ്താൽ അവൻ അല്ലെങ്കിൽ അവൾ സക്സസ്ഫുൾ ആകും. then അടുത്താണ് ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ഇതിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. 1942 ജനിച്ചത്. ഹി ലവ്ഡ് സയൻസ് ഇഷ്ടമായിരുന്നു. ഹി വെന്റ് ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഹി ലേൺഡ് അബൌട്ട് തിയറട്ടിക്കൽ ഫിസിക്സിനെ പറ്റി പഠിച്ചു. ഹി വാസ് വെരി ഫേമസ് ഫോർ ഹിസ് വിറ്റ് എന്ന് വെച്ചാൽ തമാശ എന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വമുള്ള തമാശ കേട്ടോ. അതിൽ കോളേജിൽ അദ്ദേഹം ഒരുപാട് ഫേമസ് ആയിരുന്നു. ഹി കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡീസ് ഇൻ കേംബ്രിഡ്ജിൽ അദ്ദേഹം പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. ആ സമയത്താണ് ഹി സ്റ്റാർട്ടഡ് ഹാവിങ് എ ഹെൽത്ത് പ്രോബ്ലം, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന അസുഖമാണെന്ന് കണ്ടെത്തി. ഹി മെറ്റ് വിത്ത് ജെയിൻ വാൽഡിനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഹി ലവ്ഡ് ആൻഡ് മാരീഡ് ഹെർ. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് റിസർച്ച് ചെയ്തു. ഹി റോട്ട് എ ഫേമസ് ബുക്ക് കോൾഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വിത്ത് ബ്രയാൻ വിറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ബുക്ക് ചെയ്തു. ദെൻ അഗെയിൻ 1984 പിന്നെയും സിക്കായി, ഒരു ഓപ്പറേഷൻ ഉണ്ടായി. ആൻഡ് ന്യൂമോണിയ വന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ദെൻ പിന്നീട് അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. സ്റ്റീഫൻ ഡിഡ് ഗ്രേറ്റ് തിങ്സ് ബട്ട് ഹി ബിലീവ് ഹിംസെൽഫ്. അദ്ദേഹം ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു. ബിക്കോസ് ഹി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. He never stopped trying and then he became a supernova physics. ഇനി ഇഫ് ബൈ റുദിയാദ് കിപ്ലിംഗ്. ഇഫ് എന്ന് പറയുന്നത് റുദിയാദ് കിപ്ലിങ്ങിൻ്റെ ഒരു പോയമാണ്. എ ഫാദർ ടെൽസ് ഹിസ് സൺ അബൌട്ട് ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ. എങ്ങനെ നല്ലൊരു വ്യക്തിയാകാമെന്നാണ് പറയുന്നത്. ദ പോയം ഹാസ് 4 പാർട്ട് വിത്ത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. 4 പാർട്ടായിട്ടാണ്. 4നും മെസ്സേജസ് ഉണ്ട്. In the first part, the poet tells his son to believe in himself. ആദ്യത്തെ പാർട്ടിൽ പോയിട്ട് എന്താ പറയുന്നത്? മകനിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. ഈവൻ ഇഫ് അതേഴ്സ് ഡോണ്ട്, മറ്റുള്ളവർ വിശ്വസിച്ചില്ലെങ്കിലും. ഹി സേസ് ദാറ്റ് ഈവൻ ഇഫ് അതേഴ്സ് ലൈ അബൌട്ട് ഹിം ഹി ഷുഡ് നോട്ട് ഡു സോ. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കള്ളം പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യരുത്.
ഓൾസോ ടു മച്ച് പ്രൈഡ് ആൻഡ് ഷോ ആർ നോട്ട് ഗുഡ്. അതായത് ഒരുപാട് അമിതമായി നമ്മൾ അഹങ്കാരം പ്രകടനം നടത്തുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. He says not to get scared when things go wrong. നമ്മൾ ചെയ്ത് തെറ്റിപ്പോയാൽ പേടിക്കരുത്. വിന്നിങ് ആൻഡ് ലോസിങ് ഷുഡ് ബി ട്രീറ്റഡ് സെയിം. ജയവും പരാജയം ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈവൻ ഇഫ് പീപ്പിൾ ട്വിസ്റ്റ് യുവർ വേർഡ്സ് ഡോണ്ട് ഗെറ്റ് ടു ആപ്സെന്റ്. നിങ്ങൾ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ചാലും അസ്വസ്ഥരാകരുത്. ദ തേർഡ് പാർട്ട് ടോക്സ് അബൌട്ട് ബീങ് സ്ട്രോങ് ആൻഡ് പേഷ്യൻറ്റ്. ഇഫ് യു ഫെയിൽ, നമ്മൾ പരാജയപ്പെട്ടാൽ ഡോണ്ട് ബി സാഡ്, വിഷമിക്കരുത്. ലൈഫ് ഈസ് ലൈക്ക് എ ഗെയിം വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. ദെൻ ലാസ്റ്റ് പാർട്ട് ഈസ് അബൌട്ട് ഹാവിങ് ഗുഡ് റിലേഷൻഷിപ്സ്. ഗുഡ് റിലേഷൻഷിപ്പ് വേണം, അതായത് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം, നീ നിന്നോട് സത്യം പറയണം. ഓൾസോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് സം സ്പേസ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. ഫ്രണ്ട്സും എനിമീസിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഒരു പരിധി, ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യുന്നതും നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു. And the dad ends by saying that his son follow these ideas and he follow cheyanengil he will become a great person. This poem teaches us how to be kind and strong in life. ഇതാണ് നമ്മൾ ഈ ഒരു poem ടീച്ച് ചെയ്യുന്നത്. And then Gandhi came by Jawaharlal Nehru. ഇത് ഗാന്ധിയെ പറ്റിയിട്ടുള്ള ഒരു essay ആണ്. It is written by Jawaharlal Nehru. Jawaharlal Nehru എഴുതിയതാണ്. He was born on 2nd October 1969 in Porbandar in India. Then Gandhi went to study law in England and then got a job as a lawyer in South Africa. South Africa lawyer ആയിട്ട് ജോബ് കിട്ടി. There he saw that Indians were being treated badly. Then പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇന്ത്യക്കാരെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. This made him sad and so he decided to help them. അങ്ങനെ ഇന്ത്യക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്നു. He joined the freedom movement. He taught them to be brave. ധൈര്യമായിട്ട് ഇരിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഗാന്ധി വാസ് വെരി ഓണസ്റ്റ്, സത്യസന്ധനായിരുന്നു. He told people to fight for freedom. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു. His essence of teaching was, ടീച്ചിങ്സിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആയിരുന്നു. ഹിസ് ആക്ഷൻ വാസ് ടൂഫോൾഡ് ആക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. ഇറ്റ് വാസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ റൂൾസിനെതിരെയും ഫൈറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന സോഷ്യൽ ഇവൽസിനെതിരെയും ഫൈറ്റ് ചെയ്യുക. ഹി വാസ് അഗെയിൻസ്റ്റ് ഡ്രഗ്സിനെതിരായിരുന്നു. ഹി വാണ്ടഡ് ടു ഹാവ് വൺ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ വേണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, മദ്യം മയക്കുമരുന്നൊന്നും ഇല്ലാത്തൊരു രാജ്യം, അതൊക്കെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഇന്ത്യ. ഗാന്ധിജി അട്രാക്റ്റഡ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു കാന്തം അട്രാക്ട് ചെയ്യുന്ന പോലെ ഒരുപാട് ഫോളോവേഴ്സിനെ അദ്ദേഹം അട്രാക്ട് ചെയ്തു. ഇനി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് മുഖോപാധ്യായ്. ഇൻ എ പ്ലേസ് കോൾഡ് ലണ്ടൻ, അവിടെ ഒരു കൈൻഡ് മാൻ മിസ്റ്റർ ഗുപ്ത ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇതിലൊരു മാഗിനെ കാണാൻ പറ്റും. മാഗിയുടെ ബ്രദർ ഫ്രാങ്ക് ഒരു സോൾജിയർ ആയിരുന്നു, ഇന്ത്യയിലായിരുന്നു. ആൻഡ് മാഗി ആൻഡ് ഹർ മദർ വാസ് സാഡ്. ഇറ്റ് വാസ് ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്കിൻ്റെ ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഒത്തിരി സാഡ് ആയിരുന്നു. മാഗി ആൻഡ് ഹർ മദർ ഹാഡ് എ സ്പെഷ്യൽ റിംഗ് വിത്ത് മാജിക് ക്രിസ്റ്റലുള്ള ഒരു സ്പെഷ്യൽ റിംഗ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ദേ തോട്ട് ഇറ്റ് വുഡ് ഹെൽപ്പ് ദം ടു സീ ഫ്രാങ്ക്. അപ്പോൾ അത് ഫ്രാങ്കിനെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ കരുതിയത്. ദേ ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത ഫ്രം ഇന്ത്യ ടു ലുക്ക് ഇൻ ടു. ഇന്ത്യയിൽ നിന്ന് വരുന്നതാണല്ലോ മിസ്റ്റർ ഗുപ്ത. അപ്പോൾ മിസ്റ്റർ ഗുപ്തയുടെ അടുത്തില്ല, അതിലേക്ക് നോക്കാൻ പറയുന്നു. ഹി ന്യൂ ഇറ്റ് കുഡ്ന്റ് റിയലി ഷോ ഫ്യൂച്ചർ കാണാൻ പറ്റില്ല എന്നൊന്നും അയാൾക്ക് അറിയാമായിരുന്നു. ബട്ട് ഹി വാണ്ടഡ് ടു മേക്ക് ദം ഫീൽ ബെറ്റർ. പക്ഷേ അവരെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹി ലാഡ് ദാറ്റ് ഫ്രാങ്ക് വാസ് ലിവിങ് ഇൻ പഞ്ചാബ് ഹാപ്പിലി. പഞ്ചാബിൽ ഹാപ്പി ആയിട്ട് ഫ്രാങ്ക് ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നു. ബട്ട് ലേറ്റർ ദേ ഫൗണ്ട് ഔട്ട് ഫ്രാങ്ക് ഹാഡ് പാസ്ഡ് അവേ. ഫ്രാങ്ക് മരണപ്പെട്ടു എന്ന് പിന്നീട് മനസ്സിലാകുന്നു. മിസ്റ്റർ ഗുപ്ത അങ്ങനെ സാഡ് ആകുന്നു. ബിഫോർ ഹി ലെഫ്റ്റ് ലണ്ടനിലേക്ക് പോകുന്നതിന് മുന്നേ ഹി പ്രോമിസ്ഡ് ടു വിസിറ്റ് ഫ്രാങ്ക്സ് ഗ്രേവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുന്നു. ആൻഡ് മാഗി ഗേവ് ഹിം എ കോയിൻ ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഗ്രേവ്. അപ്പോൾ ഗ്രേവിൽ വയ്ക്കാൻ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഷില്ലിങ്സ് മാഗി ഗുപ്തക്ക് കൊടുക്കുന്നുണ്ട്. മാഗി ആൻഡ് മിസ്റ്റർ ഗുപ്ത സെഡ് ഗുഡ് ബൈ ആൻഡ് ഹി പ്രോമിസ് ടു വിസിറ്റ് ദ ഗ്രേവ് ആൻഡ് പുട്ട് ഫ്ലവേഴ്സ് ദെയർ. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് ബീങ് കൈൻഡ് ആൻഡ് ലവിങ്ങിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദെൻ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് ഡെത്തിനെ പറ്റി പറയുന്ന പോയമാണ്. ഡെത്ത് ഇസ് ലൈക്ക് എ വിസിറ്റർ ദാറ്റ് കംസ് ടു എവറി വൺ ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. എല്ലാവരിലേക്കും വരുന്ന ഒന്നാണ് ഡെത്ത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് സമ്മൺ ഈസ് ബിഗ് ഓർ സ്മോൾ, റിച്ച് ഓർ പോർ. ഒരാൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ ഇതൊന്നും ഡെത്ത് നോക്കില്ല. The poem tells us that even important people like kings and strong warriors meet death too. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് രാജാക്കന്മാർ, സ്ട്രോങ് വാരിയേഴ്സ്, പക്ഷെ അവരെ പോലും മരണം പിടികൂടും. ഈവൻ ഇഫ് ദേ ഹാവ് ബിഗ് കാസിൽസ് ഡെത്ത് കംസ് ടു ദം. വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിലും ഡെത്ത് അവരെ പിടികൂടും. സോ ദ പോയം teaches us that
ഫോർ ഡെത്ത് എവരി വൺ ഈസ് സെയിം. മരണത്തിനെ സംബന്ധിച്ച് എല്ലാവരും ഒരേപോലെയാണ്. വി ഷുഡ് ബി നൈസ് ടു എവരി വൺ ആൻഡ് ഷുഡ് നോട്ട് ട്രീറ്റ് എവരി വൺ ബാഡ്ലി. എല്ലാവരോടും നമ്മൾ നന്നായിട്ട് ഇരിക്കണം, ആരെയും മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് റിമൈൻഡ്സ് us to be kind to others and good friends. മറ്റുള്ളവരോട് കൈൻഡ് ആയിട്ട് ഇരിക്കുന്നതും ഗുഡ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ടതിനും ഇമ്പോർട്ടൻസ് ഇതിൽ പറയുന്നു. ദ പോയം ഹാസ് 3 സ്റ്റാൻസ ഉണ്ട്. അതിന് റൈം ABCD ആണ്. എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് റിതം ഉണ്ട്. പോയറ്റിൽ ഒത്തിരി ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ട്, ഇമേജ്, സിമിലീസ്, മെറ്റഫർ, മെറ്റോണമി, ഇതെല്ലാം പോയത്തിനും ബ്യൂട്ടി ആഡ് ചെയ്യുന്നു. ദെൻ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നത് ഇവിടെ പോയറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കുന്നിൻ്റെ മുകളിലിരുന്ന് സൺറൈസ് കാണുന്നതാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ മാജിക്കൽ മൊമെന്റ് വെൻ ദ വേൾഡ് വേക്കപ്സ്. ആ ലോകം മൊത്തം ഉണരുന്ന സമയമാണ്, അതൊരു മാജിക്കൽ മൊമെന്റ് ആണ്. ദ പോയറ്റ് ടോക്സ് അബൌട്ട് ഹൗ ഹിൽസ് ആൻഡ് ട്രീസ് ആർ ഹാപ്പി ടു സീ ദ സൺ. സൂര്യനെ കാണാൻ കുന്നുകളും മലനിരകളും മരങ്ങളും ഒക്കെ എന്തുമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് പോയറ്റ് ഇതിൽ പറയുന്നു. ദേ ഷൈൻ വിത്ത് എ ഗോൾഡൻ ലൈറ്റിൽ അവർ തിളങ്ങി നിൽക്കുന്നു. ആൻഡ് എവറിത്തിങ് ലുക്സ് വാം ആൻഡ് ബ്രൈറ്റ്, എല്ലാം വാം ആൻഡ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. ബേർഡ് സ്റ്റാർട്ട് ടു സിംഗ്, പക്ഷികൾ പാട്ട് പാടുന്നു. വേൾഡ് ബിക്കംസ് കളർഫുൾ ആകുന്നു ലോകം. വേൾഡ് ബിക്കം ഹാപ്പി. ദ പോയറ്റ് ഹെൽപ്സ് us to imagine the beauty of nature. It makes us feel happy about each new day. ഓരോ ദിവസവും എത്രത്തോളം നല്ലതാണെന്ന് പഠിപ്പിക്കുകയാണ് പോയറ്റ് ഇതിലൂടെ ചെയ്യുന്നത്. ദെൻ ട്രിപ്പ് ഓഫ് ലഹോള. ദ ലെസൺ is about a balloon journey. ഒരു ബലൂൺ ജേർണിനെ പറ്റിയിട്ടാണ്. ബലൂണിന്റെ പേരാണ് ലഹോള. The balloon was big and looked like a cake. വലിയൊരു കേക്ക് പോലെയാണ് ഇതിരുന്നത്. Many people came to watch. ഇത് കാണാൻ ഒരുപാട് പേര് വന്നു. It went up slowly. അതങ്ങനെ പറന്നു. Author and his friends, author ഗൈഡിയും ഓപ്പോസിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ആ കൊട്ടയിൽ കയറിയിരുന്നു. They went up. അവർ മുകളിലേക്ക് പോയി. They saw the city from the balloon. ബലൂണിന് മുകളിൽ നിന്ന് സിറ്റി കണ്ടു. They looked down and saw very small things on the ground. താഴെയുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും കണ്ടു. At night they heard the sound of animals and birds. രാത്രി പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ടുകൾ കേട്ടു. They threw the paper down to know if they are going up or down. ഇത് താഴേക്കാണ് മുകളിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ താഴേക്ക് ഇട്ടു. They used sand to control the balloon. സാൻഡ് ബാഗ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ബലൂൺ കൺട്രോൾ ചെയ്തത്. All night they flew all night. രാത്രി മുഴുവൻ അവർ പറന്നു. But then a strong wind came. ഒരു സ്ട്രോങ് വിൻഡ് വന്നു. Birds and animals cried. The balloon was out of control. Balloon out of control ആയി. ക്യാപ്റ്റൻ ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തു. ക്യാപ്റ്റൻ ജോവിസ് landed the balloon safely with the help of others. മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട് സേഫായിട്ട് ബലൂൺ ലാൻഡ് ചെയ്തു. They reached land safely. They went back home on train. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് ട്രെയിനിൽ പോയി. Then the sacred turtles of Kandavu. The sacred of turtles of Kandavu talks about a ritual. ഒരു ആചാരത്തെ പറ്റിയാണ് പറയുന്നത്. The ritual was calling turtles. കടലാമകളെ from the sea. സീയിൽ നിന്ന് വിളിക്കുന്ന റിച്വൽ ആണ്. Young ladies of Namuana will chant and turtles will come to the shore then. Namuana വില്ലേജിലെ കന്യകൾ മന്ത്രം ഉരുവിടും. അപ്പോൾ കടലാമകൾ കരയിലേക്ക് വരാണ് ചെയ്യുന്നത്. There is a story behind the ritual. ഈ റിച്വലിന്റെ പിറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. Chief's wife and her daughter Rhodalis were fishing. ചീഫിൻ്റെ വൈഫും അവരുടെ മകളും റൊഡാലിസും ടിനേക്കോബോഗ് അവർ രണ്ടുപേരും ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് they didn't see a boat from a nearby village coming near them. അവരുടെ അടുത്തേക്ക് ഒരു ബോട്ട് വരുന്ന അവർ കണ്ടില്ല. അത് നബുക്കല്ലവയിൽ നിന്നുള്ള പീപ്പിൾ ആയിരുന്നു. The enemy caught them and tied them to the boat. അവർ പിടിച്ച് ബോട്ടിലേക്ക് ഇട്ടു. But a powerful storm came and a sea god turned the boat down with the big waves. പക്ഷെ പവർഫുൾ സ്റ്റോം വന്ന് ഒരു കാറ്റ് വന്ന് ആ ബോട്ട് തലകീഴായി മറിഞ്ഞ് എന്ത് ചെയ്തു, സീഗോഡ് ആ ബോട്ട് തലകീഴായി മറിച്ചു. അങ്ങനെ ആ സ്ത്രീകൾ ടർട്ടിൽസ് ആയിട്ട് മാറി. അപ്പോൾ ഈ എനിമി ഫിഷർമാൻ ഇത് കണ്ട് പേടിച്ചു. ദേ ട്രൂ ടർട്ടിൽസ് ഇൻ ദ സീ. ആ ടർട്ടിൽസിനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പീപ്പിൾ ബിലീവ് ദാറ്റ് ടർട്ടിൽസ് ഇൻ ദ സീ ടുഡേ ആർ ദർ ഡിസെൻഡൻസ്. ഇവരുടെ പിൻഗാമികളാണ് ഇപ്പോഴത്തെ ടർട്ടിൽസ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. വെൻ ദ മെയ്ഡൻ സിംഗ് ദ ടർട്ടിൽസ് കം അപ്പ് ടു എൻജോയ് ദ മ്യൂസിക്. കന്യകമാർ പാട്ട് പാടുമ്പോൾ ആ കടലാമകൾ ഇപ്പോഴും പാട്ട് കേൾക്കാൻ എത്താറുണ്ട്. Then disaster and disaster management in India. Disaster, ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് കോസ് ബിഗ് പ്രോബ്ലംസ് ഫോർ പീപ്പിൾ. ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ മാൻമെയ്ഡ്. നാച്ചുറലും ആകാം മാൻമെയ്ഡും ആകാം. ഇന്ത്യ ഫേസ് ലോട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം ഇന്ത്യക്ക് ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ദ ഡിസാസ്റ്റേഴ്സ് കോസ് ഡെത്ത് ആൻഡ് ഡാമേജസ്. പലതരത്തിലുള്ള ഡെത്തും ഡാമേജും ഒക്കെ ഇതുണ്ടാക്കുന്നു. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഹാവ് ഡിഫറെൻറ്റ് ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യയുടെ പല ഭാഗത്ത് പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉള്ളത്. സം പ്ലേസ് ഗെറ്റ് ഫ്ലഡ്, ചിലടത്ത് വെള്ളപ്പൊക്കം. അതേഴ്സ് ഹാവ് എർത്ത് ക്വേക്ക്, സ്ട്രോങ് വിൻഡ്സ്. then disasters break buildings. ദുരന്തങ്ങൾ വരുമ്പോൾ ബിൽഡിങ്സ് ബ്രേക്ക് ആവുന്നു. ഇറ്റ് ഡിസ്റ്റർബ് ദ എൻവയോൺമെന്റ് ഡിസ്റ്റർബ് ആകുന്നു. ഈവൻ ദ എയർ ആൻഡ് വാട്ടർ ഗെറ്റ്സ് ഡേർട്ടി. ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് വാട്ടർ സപ്ലൈ, പവർ സപ്ലൈനെയൊക്കെ ബാധിക്കുന്നു. പുവർ ഫാമിലീസ് ആണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ദേ ലോസ് ഹോം ആൻഡ് ജോബ്.
വി ഹാവ് ടു മേക്ക് സ്ട്രോങ് ബിൽഡിംഗ്. അതുകൊണ്ട് സ്ട്രോങ് ബിൽഡിംഗ് ഉണ്ടാക്കണം. ഗവൺമെൻറ് ഹാസ് ടു മേക്ക് പ്ലാൻസ് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടീംസ് ഹാവ് ടു റെസ്ക്യൂ പീപ്പിൾ വിത്ത് ടെക്നോളജി ആൻഡ് മെഡിക്കൽ കെയർ. പുതിയ ടെക്നോളജിയും മെഡിക്കൽ കെയർ ഒക്കെ വെച്ച് ആളുകളെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ ടീം വേണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി കാൻ സ്റ്റോപ്പ് ഡിസാസ്റ്റേഴ്സ് തടയാൻ പറ്റില്ല, ബട്ട് ക്യാൻ റെഡ്യൂസ് ദെയർ എഫക്റ്റ്. അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. ദെൻ വി ക്യാൻ ബി സേഫ്. ദെൻ ദ സെറാങ് ഓഫ് റാണ ഖഞ്ചി AG Crowning. ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് എ കൈൻഡ് മാൻ. ഒരു കൈൻഡ് മാൻ്റെ സ്റ്റോറിയാണിത്. നെയിം ഹസൻ ആണ്. ഹസൻ എന്ന് പറയുന്നത് റാണ കഞ്ചി ഷിപ്പിലെ സെറാങ് ആണ്. ഷിപ്പ് ഹാഡ് മെനി പാസഞ്ചേഴ്സ്. ഒത്തിരി പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓൾ ദ പാസഞ്ചേഴ്സ് വെർ വെരി റിച്ച്. എല്ലാവരും റിച്ച് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് ആയിരുന്നു. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാഷനബിൾ ലേഡി ഈ ഹസനെ കളിയാക്കുന്നതിലൂടെയാണ്. അതിനുശേഷം ഇതിലൊരു സ്മോൾ പോക്സ് പടരുന്നു. ഷിപ്പിലെ ഡോക്ടറായിട്ടുള്ള AG Crowning എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ വരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ സെറാങ്ങിൻ്റെ അടുത്ത് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. അവൻ്റെ ജോബ് അല്ലാതിരുന്നിട്ട് കൂടി ഹസൻ അത് എഗ്രി ചെയ്യുന്നു. സിക്ക് പീപ്പിളിന് വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് മേക്ക് ചെയ്യുന്നു. അവരെ കെയർ ചെയ്യുന്നു. ഒരുപാട് പാസഞ്ചേഴ്സ് ഇല്ലാകുന്നു. സെറാങ് ഒറ്റയ്ക്ക് നിന്ന് അവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഡോക്ടർ സെറാങ്ങിന് മണി ഓഫർ ചെയ്യുന്നു. പക്ഷേ സെറാങ് പറയുന്നുണ്ട് എനിക്ക് പണം ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ഹാപ്പി ആണെന്ന് പറയുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സിക്ക് പീപ്പിൾ എല്ലാം അവരെല്ലാം ട്രീറ്റ്മെൻറ്റോട് കൂടി ബെറ്റർ ആകുന്നു. ഷിപ്പ് കൽക്കട്ടയിലെത്തുന്നു. കൽക്കട്ടയിലെത്തുമ്പോൾ ഫാഷനബിൾ ലേഡി പിന്നെയും കളിയാക്കാണ്. അപ്പോൾ ഡോക്ടർ തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട്. മൃഗങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെല്ലാം എന്തായിരുന്നു, ഷിപ്പിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. സെറാങ് മാത്രമാണ് പുറത്തുണ്ടായിരുന്നത്, മനുഷ്യനായിട്ട് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ള രീതിയിൽ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. റെക്ക് ഓഫ് ടൈറ്റാനിക്, അത് ടൈറ്റാനിക് എന്ന പോയതിനെ പറ്റിയിട്ടാണ്. ഷിപ്പ് വളരെ ഗ്രാൻഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും സേഫാണെന്നൊക്കെ ഒരു ഉറപ്പ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു വലിയൊരു മഞ്ഞുമല പൊങ്ങി വരുന്നു. അതിൽ ഐസ്ബർഗിൽ ഇടിച്ച് കപ്പൽ മുങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴും ക്യാപ്റ്റൻ ധൈര്യപൂർവ്വം നിൽക്കുന്നു. അയാൾ രക്ഷപ്പെടാൻ നോക്കുന്നില്ല. തൻ്റെ ക്രൂവും പാസഞ്ചേഴ്സിനെ കെയർ ചെയ്തത്. ക്രൂവിനോടും സ്ട്രോങ് ആൻഡ് ബ്രേവ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു. ബി ബ്രിട്ടീഷ്, ബി ബ്രേവ് എന്നാണ് പറയുന്നത്. ദെൻ ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തി വിടുന്നു ലൈഫ് ബോട്ടിൽ. ദെൻ ആളുകൾ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് അവർ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ക്യാപ്റ്റനും ടീമും ലാസ്റ്റ് അതിൽ അവർ മുങ്ങിപ്പോകുന്നുണ്ട്. ദെൻ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സിനെ പറ്റിയിട്ടുള്ള കഥയാണ്. ഇവാനും നിക്കോളയും. രണ്ടു പേർക്കും ജീവിതത്തെ പറ്റിയിട്ട് രണ്ട് ഡ്രീംസ് ആണുള്ളത്. ഇവാന് സിറ്റിയാണ് ഇഷ്ടം, പക്ഷേ നിക്കോളയ്ക്ക് പീസ്ഫുൾ കൺട്രി, ഗ്രാമപ്രദേശത്ത് ഒരുപാട് ഗൂസ്ബെറി മരങ്ങളൊക്കെ ഉള്ളൊരു എസ്റ്റേറ്റ് വാങ്ങിച്ച് അവിടെ കഴിയാനാണ് നിക്കോളയ്ക്ക് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിക്കോളി ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പണം സേവ് ചെയ്ത് വെച്ചു. നാട്ടിലൊരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. അവിടെ ഗൂസ്ബെറീസ് നട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇവാൻ ഇതിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇങ്ങനെയല്ല ജീവിക്കണം എന്ന് പറഞ്ഞ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇവാൻ പണമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നിക്കോളെ അതൊക്കെ സേവ് ചെയ്ത് വെക്കാണ് ചെയ്യാറ്. ഒരു ദിവസം കുറേ കാലം കഴിയുമ്പോൾ നിക്കോളെ ഇവാനെ കാണാൻ ചെല്ലുമ്പോൾ എന്താണ് എന്താ കാണുന്നത്, ഇവാൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് നിറച്ച് ഗൂസ്ബെറീസ് ഉള്ള ഒരു എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുന്നു. അതിലാദ്യമായിട്ട് ഗൂസ്ബെറീസ് ഉണ്ടാകുമ്പോൾ അത് ചവർപ്പായിരുന്നിട്ട് കൂടി അത് ഭയങ്കര ടേസ്റ്റാണ്, മധുരമാണെന്ന് പറഞ്ഞിട്ട് കുറേ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നിക്കോളയ്ക്ക് സങ്കടമാവാണ്. നിക്കോളെ ഹാപ്പി അല്ലാന്ന് നിക്കോളയ്ക്ക് മനസ്സിലാകുകയാണ്. ദെൻ ടു സ്ലീപ്പ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയമാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഫേമസ് പോയമാണ്. പോയറ്റിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നു, പാടുന്നത് കേൾക്കുന്നു. ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതൊരു കരച്ചിൽ പോലെയാണ് പോയറ്റിന് തോന്നുന്നത്. ദെൻ സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പോയറ്റ് ഇതിൽ പറയുന്നത്. ദെൻ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, ഇത് മാക്സ് ബീർബോമിൻ്റെ ഒരു എസ്സേ ആണ്. അദ്ദേഹത്തിന് നടക്കാൻ പോകാൻ ഇഷ്ടമല്ല, പക്ഷേ ഫ്രണ്ട്സ് എപ്പോഴും നിർബന്ധിക്കാറുണ്ട്. അദ്ദേഹത്തെ എൻജോയ് ചെയ്യുന്നില്ല. ചിലർ പറയുന്നു വാക്കിംഗ് നല്ലതാണ്, പക്ഷേ മാക്സ് ബീർബോം പറയാണ് അത് നല്ലതല്ലാന്ന്. അതായത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നു. ചില ആൾക്കാർ വെറുതെ നടക്കുന്നതുണ്ട്. അവർ നടക്കുമ്പോൾ എന്താണ് വെറുതെ ആ ഒരു കാണുന്ന നോട്ടീസും വെറുതെ ഫ്ലെക്സും ഒക്കെയാണ് വായിക്കുന്നത്. സോ അവരുടെ ബ്രെയിൻ ആക്ച്വലി സ്റ്റോപ്പ് ആകാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നടക്കാൻ പോകുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ദെൻ സൈബർ സ്പേസ് വെച്ചാൽ ഇൻ്റർനെറ്റ് വേൾഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻ്റർനെറ്റിൽ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. ആദ്യം എക്സ്പെർട്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിഡ്സ്, ടീനേജേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സൈബർ സ്പേസ് ഡിഫറെൻറ്റ് ലാൻഡും ബിൽഡിങ്ങും ഒക്കെ ഉള്ള ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ചില വെബ്സൈറ്റ്സ് കുട്ടികൾക്ക് നല്ലതാണ്, ചിലതല്ല. ഓൺലൈൻ സിറ്റിസൺസ് ഉണ്ട്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ടോക്ക് ചെയ്യാം, ഇൻഫർമേഷൻ കിട്ടും, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എല്ലാത്തിനുള്ള ഫ്രീഡം ഇതിലുണ്ടാവും. ദെൻ
ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത് ആൻഡ്രൂ മൈക്കൽ സുള്ളിവൻ്റെ ഒരു എസ്സേ ആണ്. ഐപോഡ് ജനറേഷൻ, ഇന്നത്തെ മൊബൈൽ യൂസ് ചെയ്യുന്ന ജനറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഐപോഡിനെ പറ്റിയിട്ട് എല്ലാവരും ഐപോഡിലേക്ക് മുഴുകിയിരിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നില്ല, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, നല്ലൊരു ദിവസം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഐപോഡ് ചെവിയിൽ വയ്ക്കുന്നതിലൂടെ ചുറ്റുമുള്ള വേൾഡിനെ അവർ കൊട്ടിയടക്കാണെന്നാണ് പോയിട്ട് ഓതർ പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്ററാണ് കൺസെപ്ഷ്യൽ ഫ്രൂട്ട്. കൺസെപ്ഷ്യൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു മകള്, ഗ്രറ്റയുള്ള ഒരു ഫാദറിനെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അദ്ദേഹം ടെക്നോളജി യൂസ് ചെയ്ത് മകളെ ഹാപ്പി ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ അതിൽ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാം, ഫ്രൂട്ട്സ് വെക്കാം, ഇതെല്ലാം സാധിക്കും. പക്ഷേ അതിൽ ഗ്രറ്റയുടെ അമ്മയ്ക്കോ ബ്രദറിനോ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല, ഡാഡാണ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഗ്രറ്റ അതിൽ പീച്ചസ് ഒക്കെ ഉള്ളൊരു ബൗൾ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പീച്ചസ് എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വേർഡ് വരുന്നു, പക്ഷെ അവൾ ഹാപ്പി അല്ല, ആ വേർഡ് വരുന്നുള്ളൂ. ബട്ട് അവൾക്ക് റിയൽ ആയിട്ടുള്ള പീച്ചസാണ് വേണ്ടത്. അപ്പോൾ ഡാഡ് അവൾക്ക് വേണ്ടിയിട്ട് റൂംസ് ഉണ്ടാക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നില്ല, ഇതൊരു റിയൽ ഹൗസ് അല്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ദെൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഗ്രറ്റ ടയേർഡ് ആകുന്നുണ്ട്, അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ ഫാദർ അവൾക്ക് ഒരു ഹാപ്പി ഫ്യൂച്ചർ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ചാപ്റ്ററിലും ഇന്നർ മീനിങ് ആയിട്ട് വരുന്നത്. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.